ഇന്ന് നമ്മൾ ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഇരിക്കുന്നത്. നമ്മൾ ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധി ഇരിക്കുമ്പോൾ ഇന്ന് നമ്മൾ അല്പനേരം ചിന്തിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഉടമ്പടി എന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. വിശുദ്ധ ബൈബിളിൽ എത്ര ഉടമ്പടിയുണ്ട്, എത്ര വാഗ്ദാനങ്ങളുണ്ട്? അനേക വാഗ്ദാനങ്ങളുണ്ട്. 7 ഉടമ്പടികളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് പറയുന്നത് 5 ഉടമ്പടികളെ കുറിച്ചാണ്. ഒന്നാമത്തെ ഉടമ്പടി എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ 9-ാം അധ്യായം 8 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം, നോഹയുമായിട്ടും സകല ജീവജാലങ്ങളുമായിട്ടും ദൈവം ഒരു ഉടമ്പടി ചെയ്യുന്നുണ്ട്. ഇനി വെള്ളപ്പൊക്കം മൂലം നിങ്ങൾ നശിക്കുകയില്ല എന്ന ഉടമ്പടി. രണ്ടാമത്തെ ഉടമ്പടി എന്ന് പറയുന്നത് അബ്രഹാമായിട്ടാണ് ചെയ്യുന്നത്. അബ്രഹാമത്തോട് പറഞ്ഞു, ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 15-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയും. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, അബ്രഹാമത്തോട് പറഞ്ഞു, ഞാൻ നിന്നെ വിശ്വാസികളുടെ പിതാവാക്കി മാറ്റും, നീ മൂലം ലോകത്തുള്ള സകലരും അനുഗ്രഹിക്കപ്പെടും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാനും അനുഗ്രഹിക്കും. ഇതൊക്കെ പറഞ്ഞു അബ്രഹാമത്തോട് രണ്ടാമത്തെ ഉടമ്പടി നടത്തി. മൂന്നാമത്തെ ഉടമ്പടി എന്ന് പറയുന്നത് തൻ്റെ പ്രിയപ്പെട്ട രാജാവായ ദാവീദുമായിട്ട് ഒരു ഉടമ്പടി ചെയ്തു. 2 സാമുവേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം വായിക്കുമ്പോൾ, നിന്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുമെന്നും നിന്റെ കുടുംബവും നിന്റെ രാജ്യത്വവും സ്ഥിരമുള്ളതായിരിക്കുമെന്നും ഒക്കെ വിശുദ്ധ ബൈബിളിൽ എഴുതി വെച്ചു. ഈ 3 ഉടമ്പടിയിൽ നോഹയോടും അബ്രഹാമത്തോടും ദാവീദിനോടും ചെയ്ത ഉടമ്പടികൾക്ക് നിബന്ധനകൾ ഉണ്ടായിരുന്നില്ല. നിയമങ്ങൾ ഉണ്ടായിരുന്നില്ല, ചട്ടങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ 4-ാമത്തെ ഉടമ്പടി മോശയുമായി സീനായ് ഉടമ്പടി, 10 കൽപ്പനകൾ നൽകിയ ഉടമ്പടി. ആ ഉടമ്പടികളിൽ 10 കൽപ്പനകൾ വളരെ സൂക്ഷ്മമായി നമ്മൾ പാലിക്കാനുള്ളതാണ്. ആ കൽപ്പനകൾ നൽകുമ്പോൾ അതിന് നിയമങ്ങളും ബലികളും ആചാരങ്ങളും ഉണ്ടായിരുന്നു. നിയമങ്ങൾ പാലിച്ചാൽ, കൽപ്പനകൾ പാലിച്ചാൽ നിന്റെ ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകുമെന്ന് വിശുദ്ധ ബൈബിൾ എഴുതി. ബൈബിൾ പറയുന്നു, നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴും വിശുദ്ധ ബൈബിൾ ആകമാനം നോക്കിയാലും പറയാണ്, കർത്താവിൻ്റെ കൽപ്പനകൾ സൂക്ഷ്മമായി പാലിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിന്റെ മേൽ ചൊരിയും. നിന്റെ ഭവനം, നിന്റെ ജോലി സ്ഥലം, നീ ആയിരിക്കുന്ന സ്ഥലം, നിന്റെ ദേശം, സകലതും അനുഗ്രഹിക്കപ്പെടും എന്ന് വിശുദ്ധ ബൈബിൾ എഴുതിയിരിക്കുന്നു. എന്നാൽ കർത്താവിൻ്റെ കൽപ്പനകളെ ലംഘിക്കുന്നവർക്ക് ശിക്ഷയെക്കുറിച്ചും ഈ നിയമാവർത്തന പുസ്തകം 28-ന്റെ 15 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ പറ്റും. അത് ശാപങ്ങളെക്കുറിച്ച്, നിനക്ക് വരാൻ പോകുന്ന വിപത്തുകളെക്കുറിച്ചൊക്കെയും അതിനകത്ത് എഴുതിയിട്ടുണ്ട്. മാത്രമല്ല, ലേവ്യ പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 16 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോഴും അവിടെയും വളരെ വ്യക്തമായി കൽപ്പനകൾ ലംഘിച്ചാൽ ഉണ്ടാകുന്ന വിപത്തുകളെക്കുറിച്ച്, കഷ്ടതയെക്കുറിച്ച്, ഞെരുക്കത്തെക്കുറിച്ച്, ദുരിതത്തെക്കുറിച്ച്, നിന്റെ തലമുറയിൽ വരുന്ന കെട്ടുകളെ കുറിച്ചൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അവിടെ പറയുന്നത്, നിനക്ക് പെട്ടെന്ന് ഇവിടെ പറയാം, പെട്ടെന്നുള്ളൊരു ഭയം ഉണ്ടാകും, പെട്ടെന്ന് ഭയപ്പെടുന്ന മേഖല ഉണ്ടാകും. അതുപോലെ ക്ഷയമെന്ന രോഗം ഉണ്ടാകും, അതിന് ഹാനി വരുത്തുന്ന രോഗങ്ങളുണ്ടാകും. അതുപോലെ തന്നെ നിന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന വിധത്തിലുള്ള പനിയും നിന്റെ ദേശത്തിൽ വരും. ഇതെല്ലാം വിശുദ്ധ ബൈബിളിൽ വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നത്. കൽപ്പനകൾ പാലിച്ചാൽ അനുഗ്രഹമെന്നും അത് ലംഘിച്ചു പോയാൽ ശാപമെന്നൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്നാൽ നമുക്ക് തെറ്റുപറ്റിപ്പോയി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റു പറഞ്ഞാൽ അതിന് പരിഹാരവും അതിനകത്ത് പറയുന്നുണ്ട്. അതിന് പാപപരിഹാര ബലിയും പ്രായശ്ചിത്ത ബലിയും ഒക്കെ ബൈബിൾ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ചെയ്താൽ അതിനൊരു പരിഹാരം കണ്ടെത്തുവാനായിട്ട് കഴിയും. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ഇത് 4-ാമത്തെ ഉടമ്പടി, അത് നിബന്ധനകൾ ഉള്ള ഉടമ്പടി. ആദ്യം പറഞ്ഞ 3 ഉടമ്പടിക്ക് നിബന്ധനകൾ ഇല്ലായിരുന്നു. എന്നാൽ 4-ാമത്തെ ഉടമ്പടിക്ക് നിബന്ധനകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഈ നിബന്ധനകളെല്ലാം ഉണ്ടായിട്ടും അതൊന്നും പൂർണ്ണമായി പാലിക്കുവാൻ ഇസ്രായേൽ ജനത്തിന് കഴിയാതെ വന്നപ്പോൾ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 31-ാം അധ്യായം 31 മുതലുള്ള തിരുവചനങ്ങൾ പറയുകയാണ്. അന്ന് മോശയുടെ മേൽ കൽപ്പനകളിൽ നിയമങ്ങൾ എഴുതി കൊടുത്തു, ചട്ടങ്ങളെല്ലാം എഴുതി കൊടുത്തു. ഇതെല്ലാം എഴുതി കൊടുത്തപ്പോൾ കൽപ്പനകളല്ല എഴുതിയത്. എന്നാൽ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വന്നപ്പോൾ ദൈവം പറയുകയാണ്, ഇസ്രായേൽ ഗോത്രത്തോടും യൂദാ ഗോത്രത്തോടും ഞാൻ ഒരു പുതിയ ഉടമ്പടി ചെയ്യുന്ന ദിവസം വരുന്നു. അന്ന് നിങ്ങളുടെ
കൽപ്പനകളിലല്ല നിങ്ങൾക്ക് നിയമങ്ങൾ എഴുതുന്നത്, അത് നിന്റെ ഹൃദയത്തിൽ എഴുതും. നിന്റെ പൂർവ്വപിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി പോലല്ല ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന ഉടമ്പടി. അത് ഉടമ്പടി എങ്ങനെയായിരിക്കും? എൻ്റെ നിയമം നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ ഉള്ളിൽ നിക്ഷേപിക്കും, നിങ്ങളുടെ ഹൃദയത്തിൽ എഴുതും. അപ്പോൾ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് നമ്മൾ ഓർക്കണം, ചിന്തിക്കണം. ഈ ഉടമ്പടിയൊക്കെ വരുമ്പോൾ പക്ഷേ ഈജിപ്തിന്റെ അടിമത്തത്തിൽ ഇസ്രായേൽ ജനം 400 വർഷക്കാലം അടിമപ്പണി ചെയ്തു. അടിമപ്പണി എന്ന് പറയുമ്പോൾ അവര് ജോലി ഭാരങ്ങൾ കഠിനമായിട്ടുള്ള ജോലിയായിരുന്നു. അവർക്കൊന്നും ഒരു നിവർന്നു നിൽക്കാൻ പറ്റാത്ത വിധം, ഒരു സമയം റെസ്റ്റ് ഇല്ലാത്ത വിധം അവരെ കഠിനമായി അവരെ പീഡിപ്പിച്ചു, അവരെ വേദനിപ്പിച്ചു, അവർ ത്യാഗങ്ങൾ സഹിച്ചു, അവരെ കൊണ്ട് കഠിനമായ ജോലിയെല്ലാം ചെയ്യിച്ചു. ഇങ്ങനെ അവർ പീഡനമേറ്റ് കഷ്ടതയേറ്റിരിക്കുമ്പോൾ ഇസ്രായേൽ ജനം ദൈവത്തെ വിളിച്ചു, യഹോവയായ ദൈവത്തെ വിളിച്ചു. അവർ നിലവിളിച്ചപ്പോൾ ആ നിലവിളി കേട്ട ദൈവം തൻ്റെ പ്രവാചകനായ മോശയെ ഫറവോന്റെ അടുക്കലേക്ക് അയച്ചിട്ട് ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കുവാൻ 9 അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. എന്നിട്ടും വിട്ടില്ല. വീണ്ടും അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചപ്പോൾ ഫറവോ പറഞ്ഞു, നിന്റെ ദേശക്കാരെ, ഇസ്രായേൽക്കാരെ മുഴുവൻ വിളിച്ചുകൊണ്ട് പൊക്കളാൻ പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ഇസ്രായേൽ ജനത്തെ അവിടെ മരുഭൂമിയിലൂടെ നടത്തിക്കൊണ്ടുവന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് പെസഹ ആചരിക്കുന്നത്. അത് ദൈവത്തിൻ്റെ ഓർഡറാണ്. നിങ്ങളെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് കൊണ്ടുവന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അബീബ് മാസം 14-ാം ദിവസം നിങ്ങൾ പെസഹ ആചരിക്കണം. പെസഹ ആചരിക്കുന്ന, പെസഹ എന്ന് പറഞ്ഞ വാക്ക് നമുക്കറിയാം, കടന്നുപോക്കൽ എന്നാണ് അർത്ഥം. അപ്പോൾ കടന്നു വന്നതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പെസഹ ആചരിക്കണം. പെസഹ ആചരിക്കുമ്പോൾ ആ പെസഹയ്ക്ക് 3 ദിവസം മുമ്പ്, ഇന്നത്തെ ഓശാന ദിവസം, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഒരു ആടിനെ കൊണ്ടുവരണം. ആടിനെ കൊണ്ടുവന്നിട്ട് ഈ ദിവസങ്ങളിൽ, ഈ 3 ദിവസവും ഇതിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം. ഇതിന് കേടുണ്ടോ, രോഗമുണ്ടോ, മുടന്തുണ്ടോ, എന്തെങ്കിലും വൈകല്യങ്ങളുണ്ടോ എന്ന് ഈ ആടിനെ വീക്ഷിക്കണം, അതിനെ നോക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ട് പെസഹായ്ക്ക് കരുതേണ്ടത്, ആടിനെ കരുതണം, വെള്ളം കരുതണം, കൈപ്പല അല്ലെങ്കിൽ കയ്പ് നീര് കരുതണം, പുളിപ്പില്ലാത്ത അപ്പം കരുതണം, വീഞ്ഞ് കരുതണം. ഇതെല്ലാം കരുതി വെക്കണം. എന്നിട്ട് ഈ ആടിനെ നിരീക്ഷിച്ചതിന് ശേഷം പെസഹയുടെ അന്ന് ദിവസം വൈകിട്ട് 6 മണി മുതലാണ് പെസഹ ആരംഭിക്കുന്നത്. ഈ പെസഹ ആരംഭിക്കുന്നതിന് മുമ്പ് ആ വീട്ടിലെ സേവകൻ, വേലക്കാരൻ, കുഞ്ഞു കുട്ടികൾ തുടങ്ങി ആ പെസഹായ്ക്ക് ആരൊക്കെ പങ്കെടുക്കുന്നോ അവരെ എല്ലാം അവരുടെ പാദങ്ങൾ കഴുകി പെസഹായ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന റൂമിലേക്ക് കടത്തിവിടണം. പെസഹ റൂമിൽ കയറിയതിന് ശേഷം ആടിനെ കൊന്ന് ആടിൻ്റെ രക്തമെടുത്ത് ഹിസോപ്പ് ചെടിയുടെ തണ്ടുകൊണ്ട് കട്ടിളപ്പടിയുടെ മേലും വാതിൽപ്പടിയുടെ മേലും ഈ രക്തം തളിക്കണം. ഈ രക്തം തളിക്കുന്നതിനൊരു ലക്ഷ്യമുണ്ട്. ആ ദിവസമാണ് സംഹാരദൂതൻ കടന്നു വരുന്നത്. സംഹാരദൂതൻ എന്ന് പറയുമ്പോൾ ഈ പെസഹ ഒരുക്കാത്ത, കർത്താവിൻ്റെ നിയമങ്ങൾ പാലിക്കാത്ത ആ കുടുംബത്തിലുള്ള ആദ്യജാതന്മാരെ വധിക്കപ്പെടണം. അത് വധിക്കപ്പെടാതിരിക്കുകയാണെങ്കിൽ ഈ കട്ടിളപ്പടിയുടെ മേലും വാതിൽപ്പടിയുടെ മേലും രക്തം തളിക്കപ്പെട്ടത് കണ്ടാൽ സംഹാരദൂതൻ കടന്നുപോകും. ഇതാണ് ബൈബിൾ നിയമം. ഈ ആടിനെ കൊന്നിട്ട് ഈ ആടിൻ്റെ ഇറച്ചി വേവിക്കാൻ പാടില്ല. ആടിനെ നിങ്ങൾ അസ്ഥികൾ ഒടിയാത്ത വിധം അതിനെ ചുട്ട് എടുക്കണം. പുളിപ്പില്ലാത്ത അപ്പവും ആയിട്ട് അത് ഭക്ഷിക്കണം. ഭക്ഷിക്കുമ്പോൾ കൈപ്പല നമ്മൾ കഴിക്കും. കൈപ്പല കഴിക്കുമ്പോൾ എങ്ങനെയാണ് കഴിക്കേണ്ടത്? കൈപ്പല കഴിക്കുന്നതിൻ്റെ ഒരു കാരണമുണ്ട്. ഇന്ന് കൈപ്പല കഴിക്കുന്നതിനെ കുറിച്ച് പറയുന്നത്, യേശുവിന് കയ്പ് നീര് കൊടുത്തു, അതുകൊണ്ട് ഞങ്ങൾ കയ്പ് നീര് കുടിക്കുന്നു. ഒരിക്കലുമല്ല. വിശുദ്ധ ബൈബിൾ പറയുന്നത്, അവർ ഈജിപ്തിൻ്റെ പൂർവ്വപിതാക്കന്മാർ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ കിടന്നപ്പോൾ അവർ അനുഭവിച്ച ത്യാഗവും കഷ്ടപ്പാടുകളും ഞെരുക്കങ്ങളും അതിനോട്, ആ പീഡനങ്ങളോട് ഞങ്ങളും ചേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ കയ്പ് നീര് അവർ കുടിക്കുന്നത്. ആ കയ്പ് നീര് കുടിക്കും. അങ്ങനെ അവർ പെസഹ ആചരിക്കും. അവിടുത്തെ വീട്ടിലെ ഇളയ കുട്ടി കുടുംബനാഥനോട്, അവിടുത്തെ മുതിർന്ന വ്യക്തിയോട് ഇപ്രകാരം ചോദിക്കും, ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്ന് ചോദിക്കും. അപ്പം ഈ ദിവസത്തിൻ്റെ പ്രത്യേകത ചോദിക്കുമ്പോൾ എന്ത് പറഞ്ഞു കൊടുക്കണം? അബ്രഹാം മുതൽ മോശ വരെ എങ്ങനായിരുന്നുവെന്നും ഇസ്രായേൽ ജനത്തിൻ്റെ ഉത്ഭവം എങ്ങനായിരുന്നുവെന്നും രക്ഷാകര ചരിത്രം മുഴുവൻ ഈ കുടുംബനാഥൻ പറഞ്ഞു കൊടുക്കണം. ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ചു കൊണ്ടുവന്നതിൻ്റെ രക്ഷാകര ചരിത്രം മുഴുവൻ ഈ കുടുംബനാഥൻ പറഞ്ഞു കൊടുക്കണം.
കുഞ്ഞുങ്ങൾ 113 114 സങ്കീർത്തനങ്ങളും 115 മുതൽ 118 വരെയുള്ള സങ്കീർത്തനങ്ങൾ ഇതെല്ലാം വായിച്ചു പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. അതുപോലെ തന്നെയാണ് പുറപ്പാട് പുസ്തകം, ലേവ്യ, സംഖ്യ, ഈ പുസ്തകങ്ങളെല്ലാം അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കണം. അവിടെ ഇരിക്കുന്നവരെല്ലാം ഇത് പഠിക്കണം. ഇന്ന് നമ്മുടെ ദേവാലയങ്ങളിലൊക്കെ നമുക്കറിയാം പെസഹടങ്ങൻ അന്നൊക്കെ ഒരുപാട് വായനകളുണ്ട്. പക്ഷെ ഇതിൻ്റെ രക്ഷാകരമായ ചരിത്രങ്ങളെക്കുറിച്ചാണ് ഈ വായിക്കുന്നത്. ഇതെല്ലാം വ്യാഖ്യാനിച്ച് അദ്ദേഹം കൊടുക്കണം. പറഞ്ഞു, ഒന്നര പെസഹായിക്ക് എന്ത് വേണം? വെള്ളം വേണം, ആട് വേണം, കൈപ്പല വേണം, അതുപോലെ പുളിപ്പില്ലാത്ത അപ്പം വേണം, വീഞ്ഞ് വേണം. ഇത്രയും സാധനങ്ങൾ ഒരുക്കി വെച്ചിട്ടാണ് പെസഹ ആചരിക്കുന്നത്. അത് മാത്രമല്ല, ഇത് അവർ ഭക്ഷിക്കുമ്പോൾ വേഗത്തിൽ ഭക്ഷിക്കണം. വേഗത്തിൽ ഭക്ഷിച്ചിട്ട് രാത്രി 12 മണിയോടെ അല്ലെങ്കിൽ ആ ദിവസം രാത്രിയിൽ അവർ പെസഹ ആചരണം പൂർത്തിയാകും. പക്ഷേ ഈ പെസഹ ആചരണം പൂർത്തിയായിട്ടും ഈ ആടിനെ കൊന്ന് കട്ടടപ്പടിമേലും വാതിൽപ്പടിമേലൊക്കെ രക്തം തളിക്കപ്പെട്ടിട്ടും ഈ ബലിയൊന്നും ഒരു പൂർണ്ണമായ പൂർത്തീകരണത്തിലേക്ക്, നമ്മളെ നിത്യജീവനിലേക്ക് നയിക്കുന്ന ഒരു നിത്യമായ പാപമോചനത്തിനുള്ള ഒരു ബലിയായി തീർന്നില്ല. അപ്പോൾ ദൈവം പറയാം, തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കും സകലരുടെയും പാപങ്ങൾ പോക്കുവാനായിട്ട്. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യം പറഞ്ഞു, സ്നാപക യോഹന്നാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ യേശു ക്രിസ്തു കടന്നു വരുന്നത് കണ്ടു. കടന്നു വരുന്നിട്ട് ആദ്യമായിട്ട് യേശുവിനെ കാണുക. അവൻ പറയാ, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പുതിയ നിയമത്തിലെ കുഞ്ഞാട് ആരാണ്? യേശു ക്രിസ്തു. അതുകൊണ്ടാണ് ശിഷ്യന്മാര് യേശുവിനോട് ചോദിച്ചു, നമുക്ക് പെസഹ എവിടെ ഒരുക്കണമെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങൾ പോകുമ്പോൾ ഇങ്ങനെ കഴുതക്കുട്ടിയെ കെട്ടിയേക്കുന്ന കാണാം. അവനോട് ചോദിക്കണം, എവിടാണ് ഞാൻ ഇന്ന് പെസഹ, എൻ്റെ ഗുരുവിന് പെസഹ ഒരുക്കേണ്ടത്? അവരൊരു മാളിക മുറി കാണിച്ചു തരും, അവിടെ നീ പെസഹ ഒരുക്കണമെന്ന് പറഞ്ഞു. അവിടെ അവർ പെസഹ ഒരുക്കിയപ്പോൾ എല്ലാം ഉണ്ടായി, വീഞ്ഞുണ്ടായി, എല്ലാം ഉണ്ടായി. പക്ഷേ കുഞ്ഞാട് ഇല്ലായിരുന്നു. എന്തുകൊണ്ടാണ് കുഞ്ഞാട് ഇല്ലാതായി പോയത്? ശിഷ്യന്മാർക്ക് അറിയാം, കുഞ്ഞാട്, അറക്കപ്പെടേണ്ട കുഞ്ഞാട് യേശു ക്രിസ്തുവാണെന്ന് ആ ശിഷ്യന്മാർക്കും അറിയാമായിരുന്നു. പൂമ്പീഞ്ഞുമെടുത്തു വാഴ്ത്തി ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അവൻ മലയിലേക്ക് പോയി. നമ്മൾ ഓർക്കണം, ഹെബ്രായ ലേഖനം 9-ാം അധ്യായം 22-ാം വാക്യം പറയുന്നുണ്ട്, രക്തം ചിന്താതെ പാപമോചനമില്ല. രക്തം ചിന്താതെ, ശുദ്ധിയുള്ള, കളങ്കമില്ലാത്ത, കറയില്ലാത്ത, പാപമില്ലാത്തവന്റെ രക്തം ചിന്താതെ പാപമോചനമില്ലെന്ന് വിശുദ്ധ ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നു. അത് നമ്മൾ ഹെബ്രായ ലേഖനം 9-ാം അധ്യായം 10-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. യേശു ക്രിസ്തു തൻ്റെ ശരീരവും രക്തവും വിലയായി നൽകിയാണ് നമ്മളെ വിലയ്ക്ക് വാങ്ങിയതാണ്. യേശുവിൻ്റെ ശരീരവും രക്തവും അവൻ വിലയായി പിതാവിന് നൽകി. യേശു അവിടുന്ന് പോയത് മലയിലേക്കാണ് ഒരു മലയിലേക്ക് പോയി അവരുടെ വേദനയോടെ ദൈവത്തിൻ്റെ സന്നിധി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ 1 മണിക്കൂറെങ്കിലും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്നിട്ടും അവർ പത്രോസൊക്കെ കിടന്ന് ഉറങ്ങുന്നത് കണ്ടിട്ട് യേശു 2-3 പ്രാവശ്യം വന്നപ്പോൾ സമയമായെന്ന് പറഞ്ഞു. അങ്ങനെ സമയമായെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തൻ്റെ ഉറ്റ സ്നേഹിതനായ യൂദാസ് വന്ന് അവന് ഒറ്റിക്കൊടുക്കുകയും അങ്ങനെ പടയാളികൾ വന്ന് അവനെ പിടിച്ചു കൊണ്ടുപോയി പീലാത്തോസിന്റെ മുമ്പിലും അന്നാസിന്റെ മുമ്പിലും കയ്യപ്പാസിന്റെ മുമ്പിലൊക്കെ യേശു ക്രിസ്തു പോയി ന്യായവിസ്താരത്തിൽ നിൽക്കുന്നതും സന്നിധിന്റെ മുമ്പിൽ നിൽക്കുന്നതൊക്കെ നമ്മൾ കാണാൻ കഴിയും. അങ്ങനെ അവിടെ വെച്ച് പീഡനം ഏൽക്കുന്നതെല്ലാം നമുക്കറിയാൻ പറ്റും. ഹല്ലേലൂയ. യേശു ക്രിസ്തു ക്രൂശിൽ ബലിയായി തീരണം, പീഡകൾ സഹിക്കണം, പീഡകൾ സഹിച്ച ക്രൂശിൽ മരിക്കണം. ഇത് ബൈബിൾ നിയമമാണ്. കളങ്കമില്ലാത്ത, കറയില്ലാത്ത, ശുദ്ധിയുള്ളതായ, വിശുദ്ധമായ ഒരു ബലി നടക്കേണ്ടതായിട്ടുണ്ട്. ചാട്ട കൊണ്ടടിക്കുകയും, നമുക്കറിയാം യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് സഹോദരങ്ങളെ. യേശു ക്രിസ്തുവിൻ്റെ പുറത്തോ എത്രയോ 1000 സംതിങ് അടി കൊണ്ടെന്നോ ഒക്കെ 700 അടി കൊണ്ടെന്നൊക്കെ ഇങ്ങനെ പല ചരിത്രങ്ങളും പറയുന്നുണ്ട്. വിശുദ്ധ ബൈബിൾ നമ്മൾ നോക്കിയാൽ, നിയമാവർത്തന പുസ്തകം നോക്കിയാൽ, മറ്റ് പുതിയ നിയമം നമ്മൾ നോക്കിയാൽ 40 അടിയെ അടിക്കാൻ ബൈബിൾ നിയമമുള്ളൂ. 40 അടി 39 അടിയെ അടിക്കത്തുള്ളൂ. 1 ഒഴികെ 40 അടിയെന്ന, അപ്പോൾ 39 അടിയെ അടിക്കത്തുള്ളൂ. 40 അടി അടിക്കത്തില്ല. 40 അതിൽ കൂടുതലായിപ്പോയാൽ ഈ അടിക്കുന്നവൻ ആ ശിക്ഷ അനുഭവിക്കണം. അതുകൊണ്ട് അവർ 1
കുറച്ചേ അടിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് പറയുന്നത് ഒരുപാട് പേര് ഒരുപാട് ചരിത്രങ്ങൾ പറയുക. ബൈബിൾ ഇല്ലാത്ത ചരിത്രങ്ങളും നമ്മൾ വിശ്വസിക്കേണ്ട. ബൈബിൾ പറയുന്നത് ഇതിൽ നിന്ന് വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസം വരുത്തുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. അപ്പോൾ ബൈബിൾ ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ കേൾക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ എഴുതിയില്ലയോ, അവന്റെ ശരീരം ഉഴവുചാല പോലെ കീറിയെന്നും അവനെ കണ്ടവർ മുഖം തിരിച്ച് കടന്നുപോയെന്നൊക്കെ വിശുദ്ധ ബൈബിൾ എഴുതിയിട്ടുണ്ട്. അത് തന്നെയല്ലേ നമ്മൾ കണ്ടു നോക്കുക. അവന്റെ ശരീരം അസ്ഥികൾ എണ്ണാവുന്ന വിധത്തിലായി. പക്ഷേ എണ്ണാവുന്ന വിധത്തിലായി അവനെ കണ്ട മുഖം വിരുവമൊക്കെ ആയിപ്പോയി. പക്ഷേ ബൈബിൾ പറയുന്നുണ്ട് അവന്റെ അസ്ഥികളൊന്നും ഒടിഞ്ഞില്ല. ഇവിടെ നമ്മൾ പഴയ നിയമം നോക്കുമ്പോൾ ആടുകളുടെ അസ്ഥികൾ ഒടിയാൻ പാടില്ലെന്ന് വിശുദ്ധ ബൈബിൾ എഴുതി വെച്ചു. ഇവിടെ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ കുഞ്ഞാടായ യേശു ക്രിസ്തുവിന്റെ അസ്ഥികൾ ഒടിഞ്ഞില്ല എന്നും ബൈബിൾ എഴുതി. ഹല്ലേലൂയ. അങ്ങനെയാണ് ഈ പെസഹ ആചരിച്ചിരുന്നത്. എന്നാൽ യേശു ക്രിസ്തു പെസഹ ആചരിച്ചപ്പോൾ കർത്താവിൻ്റെ ശരീരവും രക്തവും വിലയായി നൽകി ക്രൂശിലേറി അവൻ മരിക്കാനിടയായി തീർന്നു. ലോകത്തിൻ്റെ സകലരുടെയും പാപങ്ങൾ അവൻ്റെ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തിട്ട് സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് വേണ്ടി യേശു ക്രിസ്തു ക്രൂശിലേറി മരിച്ചു. അങ്ങനെ അഞ്ചാമത്തെ ഉടമ്പടിയും പൂർത്തിയാകുന്നതിന് മുമ്പ്, യേശു മരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു, സകലതും പൂർത്തിയായി. ഇനി ഒരു ഉടമ്പടിയില്ല. നിങ്ങൾ നോക്കിയേ, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണത്തിന് ശേഷം ആടിനെയോ അല്ലെങ്കിൽ പക്ഷികളെയോ മൃഗങ്ങളെയോ ഒന്നിനെയും ബലി കഴിച്ചതായിട്ട് വിശുദ്ധ ബൈബിളിൽ കാണുന്നതേയില്ല. യേശു ക്രിസ്തു സകലതും പൂർത്തിയാക്കി കടന്നുപോയി. ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല ഉടമ്പടികളും ഈ ലോകത്ത് നടക്കുന്നുണ്ട്. അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നുണ്ടാകാം. പക്ഷേ അതിലൊന്നും നിങ്ങൾ പോകണ്ട. ഈ വിശുദ്ധ ബൈബിൾ എന്ത് പറയുന്നു, ഇത് അനുസരിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹം വരാനിടയായി തീരും. ഓരോരുത്തർ പറയുന്നു, എനിക്ക് ഇന്ന വിഷയം ഉണ്ടായി, ഞാൻ ഇന്നടത്ത് പോയി പ്രാർത്ഥിച്ചു, ഇന്ന സംഭവം പോയി പ്രാർത്ഥിച്ചു, ഇന്ന ഉടമ്പടി എടുത്തു, എനിക്ക് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ നടക്കാം. യേശുവിൻ്റെ വചനത്തിൻ്റെ യഥാർത്ഥമായ റൂട്ടാണോ എന്ന് നീ നോക്കണം. ബൈബിൾ പറയുന്നത് പോലെ ആണോ ഉടമ്പടി നടക്കുന്നതെന്ന് നീ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സകലതും പൂർത്തിയായെന്ന് യേശു പറയുമ്പോൾ പിന്നെ എന്താണ് ഉടമ്പടി? വിശുദ്ധ ബൈബിൾ പറഞ്ഞെന്ന പ്രധാനപ്പെട്ട 5 ഉടമ്പടി നോഹയോടും അബ്രഹാമത്തോടും ദാവീദിനോടും ചെയ്തപ്പോൾ അതിന് നിയമങ്ങളെ ഉണ്ടായിരുന്നില്ല. പക്ഷേ മോശയിലെ വന്നപ്പോൾ സീനായി ഉടമ്പടിയിൽ നിയമങ്ങൾ വെച്ചു. ഹല്ലേലൂയ. എന്നിട്ടും അവർക്കത് നിവൃത്തിയാക്കാൻ കഴിയാതെ വന്നപ്പോൾ യേശു തന്നെ സകല നിയമങ്ങളെയും മാറ്റി മറിച്ചുകൊണ്ട് അവൻ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ജീവനും ശരീരവും രക്തവും വിലയായി നൽകി ആ ഉടമ്പടി പൂർത്തിയാക്കി നിത്യമായ ഒരു രക്ഷ കടന്നു വരാനായിട്ട് ഇടയായി തീർന്ന സഹോദരങ്ങളെ. അതുകൊണ്ട് മറ്റൊരു ഉടമ്പടിയിലേക്കല്ല നമ്മൾ പോകേണ്ടത്. യേശു ക്രിസ്തുവിൻ്റെ യഥാർത്ഥമായ ഉടമ്പടി ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ അനുസരിച്ചാണ്. ഞാനിത് ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് നിങ്ങൾ പുറപ്പാട് പുസ്തകം, ലേവ്യ പുസ്തകം, സംഖ്യാപുസ്തകം, സങ്കീർത്തനങ്ങൾ ഇതൊക്കെ നിങ്ങൾ വായിക്കണം. വായിക്കുമ്പോൾ അതുപോലെ കൊറിന്ത്യസ് ലേഖനത്തിൽ, ഹെബ്രായ ലേഖനം 9-10 അധ്യായങ്ങളൊക്കെ നിങ്ങൾ വായിക്കണം. വായിക്കുമ്പോൾ ഇതിനകത്ത് വളരെ വ്യക്തമായി ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അനുസരിച്ചാൽ ഉണ്ടാകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെയുള്ളതെല്ലാം താൽക്കാലികമാണ് സഹോദരങ്ങളെ. അല്പകാലം മാത്രം നിൽക്കും. അല്പകാലം കഴിയുമ്പോൾ ഇതെല്ലാം വീണ് ഉടഞ്ഞു പോകും. നിത്യമായത് എന്നും നിലനിൽക്കുക. യേശുവിൻ്റെ ജീവന്റെ വചനം പറയുന്നുണ്ട്, ആകാശവും ഭൂമിയും കടന്നു പോയാലും യേശുവിൻ്റെ ഈ വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ മാറിപ്പോകത്തില്ല എന്ന് വചനം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ആ വചനത്തിൽ നമുക്ക് ഉറച്ച് കർത്താവിൻ്റെ കൂടെ നമുക്കായിരിക്കാം. കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടായിരിക്കാം. ഇനി നമ്മളൊരു ഉടമ്പടി വേണ്ട. കർത്താവ് ഉടമ്പടി പൂർത്തിയാക്കിയതുകൊണ്ട് നമുക്ക് രക്ഷകനായിട്ട് ഏക മധ്യസ്ഥനേ ഉള്ളൂ. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.